വെൽക്കം ടു ARHU Info Plus യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ SSLC കഴിഞ്ഞ് +1 കൊമേഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്കും നോൺ കൊമേഴ്സ് +2 കഴിഞ്ഞ് BCom BBA കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്കും SSLC +2 ഡിഗ്രി കഴിഞ്ഞ് അക്കൗണ്ടിംഗ് കോഴ്സുകൾ ചെയ്യുന്നവർക്കും BCom BBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഏത് പ്രായക്കാർക്കും പഠിക്കാൻ വളരെ എളുപ്പമാകുന്ന രീതിയിലാണ് ക്ലാസ് തയ്യാർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക് അക്കൗണ്ടിംഗ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു AICPA, അക്കൗണ്ടിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദറോഫ്. അക്കൗണ്ടിങ്ങിൽ A to Z ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിങ് വിവിധ ബ്രാഞ്ചുകളാണ്. അടിസ്ഥാനപരമായി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മറ്റ് ബ്രാഞ്ചുകളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തുടങ്ങിയവ. ഒരു അക്കൗണ്ടൻറ്റിന് ചെയ്യാനുള്ള A to Z കാര്യങ്ങൾ ഈ ഒരു AICPA നൽകിയ ഡെഫിനിഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ഇവൻറ്റ്സുകൾ റെക്കോർഡ് ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യപടി. മിയർ റെക്കോർഡിംഗ് അല്ല, റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒരു കലയാണ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കില്ലും പ്രാക്ടീസും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു കലയാണ്. കലയെന്ന് പറയുമ്പോൾ വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചിത്രം വരയ്ക്കുന്നത് പോലെ, പാട്ട് പാടുന്നത് പോലെ, ഏതൊരു കലയും നമ്മൾ വളരെ ആസ്വദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതേപോലെ ആസ്വാദപൂർവം ചെയ്യാൻ പറ്റിയ ഒരു കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യപടി റെക്കോർഡിംഗ് ആണ്. ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി. ഫിസിക്കൽ എവിഡൻസിൽ നിന്നും റെക്കോർഡിംഗ് നടത്തുക ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. തോന്നിയതുപോലെ റെക്കോർഡ് ചെയ്യുന്നതല്ല, വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ. നമുക്കറിയാം, അക്കൗണ്ടിംഗ് എന്ന ശാസ്ത്രശാഖ ഉയർന്നു വന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം വർദ്ധിക്കുകയും കണക്കുകൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന അവസരത്തിലാണ്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം ഈസ് ദ ലാംഗ്വേജ് ഓഫ് കേരളൈറ്റ്സ് ഓർ മലയാളീസ് എന്ന് പറഞ്ഞാൽ മലയാളികൾ സംസാരിക്കുന്നത് മലയാള ഭാഷയാണ് എന്ന് നമ്മൾ പറയും. അതേപോലെ ബിസിനസ് സംസാരിക്കുന്നത് അക്കൗണ്ടിങ്ങിലൂടെയാണ്. There are lot of interested parties. They are seeking information of business. Lot of internal and external parties are there. Both the insiders and outsiders are there for getting accounting information. Owners, employees, management, customers, investors, government, lot of parties are there. They want accounting information. As a part of this, accounting should be done. An accountant should be there in an organization. ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായും അക്കൗണ്ടിംഗ് വർക്കുകൾ ചെയ്തിരിക്കണം. ട്രാൻസാക്ഷനുകളുടെ ഇടപാടുകളുടെ എണ്ണം വർദ്ധിക്കുകയും ദിനം പ്രതി ഇടപാടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കണക്കുകൾ ഓർമ്മിച്ച് വെക്കാനുള്ള പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്ന ശാസ്ത്രശാഖയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അക്കൗണ്ടിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ എന്ന് പറഞ്ഞിട്ടുള്ളത്? Underline the sentence significant manner. Accounting principles, accounting practices, accounting concept,
അക്കൗണ്ടിങ് കൺവെൻഷൻസ് എല്ലാം യൂണിവേഴ്സലാണ്, വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആണ്. ഇന്ത്യയിലുള്ള അക്കൗണ്ടൻറ്റും US-ലുള്ള അക്കൗണ്ടൻറ്റും UK-യിലുള്ള അക്കൗണ്ടൻറ്റും എല്ലാം ഒരേ രീതിയിലാണ് കണക്കുകൾ സൂക്ഷിക്കുന്നത്. ബേസിക്കലി ഇന്ത്യക്കാരൻ്റെതായ രൂപത്തിലും അമേരിക്കൻസ് അവരുടേതായ രൂപത്തിലും ജാപ്പാനീസ് അവരുടേതായ രൂപത്തിലും കണക്കുകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഇടപാടുകളെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഫോറിൻ കൊലാബറേഷനും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് കടന്നുകൊണ്ടുള്ള വ്യാപാര പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ള അക്കൗണ്ടിംഗ് വർക്കുകൾക്ക് കോർഡിനേഷൻ ഇല്ല എങ്കിൽ വ്യാപാര പ്രവർത്തനങ്ങളെ അത് തകിടം മറിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഹഡിൽസുകൾ, കൺസ്ട്രെയിൻസ് മറികടക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിംഗ് എന്ന ഒരു ശാസ്ത്രശാഖ ഉയർന്നു വരുന്നത്. അക്കൗണ്ടിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്. ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് ഫിസിക്കൽ എവിഡൻസ് ആയിട്ടുള്ള ബില്ല്, ആ ബില്ല് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡിംഗ് നടത്തുന്നത് ഓരോ ആളുകളും അവർക്ക് അനുയോജ്യമായ രീതിയിലല്ല, ഒരു സിസ്റ്റമാറ്റിക്കായ രീതിയിലാണ്. വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതി, അത് നമ്മൾ പഠിക്കും. എങ്ങനെയാണ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു സിസ്റ്റമാറ്റിക്കായ രീതി നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസിഫയിങ് ആണ്, ക്ലാസിഫിക്കേഷൻ. റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസുകൾ ക്ലാസിഫൈ ചെയ്യുന്നു. Classification is the second step of accounting. Then summarizing. After classification, summarizing should be done. ഒരു summary. Recording, classifying ഇതൊക്കെ ഡെയിലി പ്രോസസ്സാണ്. ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും റുട്ടീൻ പ്രോസസ്സാണ്. എന്നാൽ സമ്മറൈസിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഫോർ നോയിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, for getting the result of the business, either profit or loss. What about the position of assets and liabilities? At any point of time, the assets and liabilities of an organization should be equal. Assets and liabilities should be tally. To know the position of assets and liabilities and to find out operating result, summary should be made at the end of the each and every accounting period. A period should be set, generally 12 months period, a financial year. At the end of financial year, every expenses and incomes should be matched and operating result should be calculated. That is summary. Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money. Only those transactions which can be measured in terms of money are to be recorded. പണത്തിൻ്റെ മൂല്യത്തിൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഇടപാടുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എ മണി വാല്യൂ ഷുഡ് ബി ദർ. പണമൂല്യം ഉണ്ടായിരിക്കണം. പണത്തിൻ്റെ രൂപത്തിൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഇടപാടുകളാണ് റെക്കോർഡ് ചെയ്യുന്നത്. മണി വാല്യൂ ഷുഡ് ബി ദർ. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി transactions and events which are in part at least of a financial character and interpreting the result thereof. ഡെഫിനിഷനിൽ നമ്മൾ നാലാമതായിട്ടൊരു വാക്ക് ഉപയോഗിച്ചു, ഇന്റർപ്രിട്ടേഷൻ. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ദ പാർട്ട് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ബൈ ദ മാനേജ്മെന്റ്. സോ lot of techniques are there in accounting for taking suitable and timely decisions. As a part of this, accounting informations should be analyzed and interpreted.
As a part of interpretation, there arised a new branch of accounting that is called management accounting. For cost reduction and cost control, there arised cost accounting. Primary aim of each and every organization is to make maximum profit. Profit only to be arised by reducing the cost, not maximizing the sales. By reducing the cost, as a part of cost reduction, cost accounting is arised. A new branch of accounting, cost accounting is arised. ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള ഒരു ശാസ്ത്രശാഖ ഉയർന്നു വന്നു. അടിസ്ഥാനപരമായി ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ദീസ് ആർ ദ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. അതർ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ് ആർ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കോർപ്പറേറ്റ് കമ്പനി ലെവലിൽ ആവുമ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിംഗ് ആണ് ചർച്ച ചെയ്തത്. ഒരു അക്കൗണ്ടൻ്റ് ആവുമ്പോൾ ഒരുപാട് സങ്കല്പങ്ങളും തത്വങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ വെച്ച് പുലർത്തേണ്ടി വരും. തൻ്റെ വർക്കുകൾ സുഗമമാക്കാനും സിസ്റ്റമാറ്റിക്കായ രീതിയിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും കണക്കുകൾ കൂട്ടാനും ഒരുപാട് സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും ഒരു അക്കൗണ്ടൻറ്റിന് ഉണ്ടാവേണ്ടതുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിലെ അസംഷൻസുകളെക്കുറിച്ചും കൺസെപ്റ്റുകളെക്കുറിച്ചും പ്രിൻസിപ്പിൾസുകളെക്കുറിച്ചും കൺവെൻഷനെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക. 10 ക്ലാസ്സുകളിലായിട്ടാണ് ബേസിക്സ് ഓഫ് അക്കൗണ്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.